നമുക്ക് വിശുദ്ധരാകാൻ പറ്റുമോ? നന്നായി ജീവിച്ചാൽ ആർക്കും വിശുദ്ധരാകാം മോളെ. എങ്ങനെയാ പേരുമേ നന്നായി ജീവിക്കുക? മുതിർന്നവർ പറഞ്ഞതനുസരിച്ച് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരുന്നും ഈശോയെ പ്രതി നമുക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരുന്നും പാവങ്ങളെ സഹായിച്ചതൊക്കെ നമുക്ക് വിശുദ്ധരാകാം. പേരുമേ എനിക്കൊരു വിശുദ്ധയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ വിശുദ്ധ. നീ വിശുദ്ധയായിരിക്കും, പക്ഷേ കൊച്ചുത്രേസ്യയെ പോലെ മഠത്തിൽ ചേരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആകെയുള്ള പെൺകുഞ്ഞ. നിന്നെ നല്ല ഒരുത്തനെ കൂടെ എനിക്ക് പറഞ്ഞയക്കണം. അന്നുകുട്ടി, കുഞ്ഞു വേഗം തയ്യാറായിക്കോ, പള്ളിക്കൂടത്തിൽ പോകേണ്ടേ? തരം ഇപ്പം വരാം. അന്നുകുട്ടി, നീ എന്തായിരുന്നു ഉച്ചയ്ക്ക് ചോറിനാതെ നിന്റെ ചോറ് ഷമിക്ക് കൊടുത്തത്? ലക്ഷ്മി, എനിക്ക് വീട്ടിൽ ചെന്നിട്ടായാലും വേറെ വിളിച്ചിട്ടുണ്ടാമല്ലോ. പാവം ഷാദ എത്ര ദിവസമായെന്നറിയോ അവള് വയറുന്ന ദിവസം വല്ലതും കഴിച്ചിട്ട്. മാത്രമല്ല പാവങ്ങളെ സഹായിച്ചാൽ അത് ഈശോയ്ക്ക് വലിയ ഇഷ്ടമാവും. നിന്റെ പേരിമ അറിയാൻ നിന്റെ വഴക്ക് പറയില്ലേ? നീയും ശാന്തയും എന്റെ ഈശോയും അല്ലാതെ മറ്റാരും ഇതറിയില്ല. അയ്യോ അമ്മേ, എന്റെ ഭഗവാനെ, ചെറുക്കൻ എന്റെ അന്നക്കുട്ടിയെ നില്ലട അവിടെ. ഇന്ന് നിന്റെ തുടയിലെ തുലി പൊളിച്ചിട്ട് തന്നെ കാര്യം. അന്നക്കുട്ടിയെ നിനക്കെന്തെങ്കിലും പറ്റിയോ? മുട്ടുപൊട്ടിയല്ലോ. എരുമയോട് പറഞ്ഞു ഇന്നത്തോടെ എന്റെ സൂക്കേട് തീർക്കണം. വേണ്ട ലക്ഷ്മിയെ, അവൻ അറിയാതെയാവും. അവനെ പറ്റി തല്ലി വിളിച്ചാൽ ഈശോ എന്നോട് പിണങ്ങും. വാ, നമുക്ക് വേഗം നടക്കാം. വൈകിയാൽ പേരമ്മ വഴക്ക് പറയും. ഞാൻ എന്ത് ചെയ്താലും പേരമ്മയ്ക്ക് കുറ്റം തന്നെ. മിണ്ടിയാൽ കാലത്ത് സംസാരിക്കുന്നോ എന്ന് ചോദിച്ച് മിണ്ടാണ്ടിരുന്നാൽ ധിക്കാരമേ എന്ന് പറഞ്ഞ് ഒന്ന് ഉറക്കിച്ചിരിക്കാനോ എന്തിന്? വർത്തമാനം പറയാനോ എനിക്ക് മറ്റുള്ള കുട്ടികളെ പോലെ ആവുന്നില്ല. എനിക്ക് അമ്മയില്ലാത്തതുകൊണ്ടല്ലേ. എന്റെ അമ്മ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ അമ്മച്ചി, എന്റെ പുന്നാര അമ്മച്ചി എന്റെ അടുത്ത് ഒന്ന് വരൂ, എനിക്കൊരു ഉമ്മ തരുമോ? മോളെ അന്നക്കുട്ടി, നീ ആരോടാണ് തനിച്ച് വർത്തമാനം പറയുന്നത്? സിസ്റ്റർ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാം ഇപ്പോൾ സ്തുതിയായിരിക്കട്ടെ. മോളെ അന്നക്കുട്ടി, നിനക്ക് ഈശോയ്ക്ക് വലിയ ഇഷ്ടവാ. നീ മഠത്തിൽ ചേരണം, ഒരു കന്യാസ്ത്രീ ആകണം. അങ്ങനെ ഈശോയ്ക്ക് നിന്നെ തന്നെ സമർപ്പിക്കണം. ഒരു സഹന ബലിയായി ഏത് പ്രവിപങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നൽകാൻ ഞാൻ പ്രാർത്ഥിച്ചോളാം. ആ സിസ്റ്റർ, ഇതിന് മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. പെരുമ പണ്ട് പറഞ്ഞത് കന്യാസ്ത്രീകൾ തനിച്ചു നിൽക്കാറില്ല എന്നല്ലേ. അപ്പോൾ ഇതാരാകും? കൈകൾ നിറയെ പൂക്കളുമായി. അതെ, ഇത് വിശുദ്ധ കൊച്ചുത്രേസ്യ തന്നെ. ഈ ഭാഗ്യം പാപിയായി എനിക്ക് എങ്ങനെ ലഭിച്ചു? എന്തായാലും ഞാനൊരു കന്യാസ്ത്രീയാകും. ഹൃദയം എണ്ണതീരാത്ത വിളക്കാണിൻ ഹൃദയം. ഏതു നേരവും കാത്തിരിപ്പു യേശുവേ നിൻ വരവേൽപ്പിനായി. ഏഴുതിരിയിട്ട വിളക്കാണിൻ ഹൃദയം എണ്ണതീരാത്ത വിളക്കാണിൻ ഹൃദയം. ഏതു നേരവും കാത്തിരിപ്പു യേശുവേ നിൻ വരവേൽപ്പിനായി. യേശുവേ നിൻ വരവേൽപ്പിനായി. ഏഴുതിരിയിട്ട വിളക്കാണിൻ ഹൃദയം എണ്ണതീരാത്ത വിളക്കാണിൻ ഹൃദയം. ഏതു നേരവും കാത്തിരിപ്പു യേശുവേ നിൻ വരവേൽപ്പിനായി. ഏഴുതിരിയിട്ട വിളക്കാണിൻ ഹൃദയം. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ. അയ്യോ എന്റെ മോളെ, എന്ത് പറ്റി എന്റെ മോളെ?
അയ്യോ, കാലെല്ലാം പോലെ കുമ്പളിച്ചിരിക്കുന്നല്ലോ. എന്നതാ പറ്റിയ മോളെ? അവിടെ ഉമ്മത്തിയിലേക്ക് ഞാൻ ഞാൻ കാല് വഴുതി വീണമ്മേ. കൂടി പോയോ? എന്റെ കുഞ്ഞിനെ വൈദ്യുതി കൊണ്ടുപോകൂ. എന്റെ മാതാവേ, എന്റെ കുഞ്ഞിനെ കാണിക്കണമേ. അടുത്ത മാസം മനസ്സമ്മൻ നടത്തേണ്ട കൊച്ചാ. ഇനി ഞാൻ അവളെ മടത്തി വിടാമേ. അമ്മേ, എനിക്കൊരു വിശുദ്ധയാകണം. അതിന് അമ്മ എന്നെ സഹായിക്കണം. മോളുടെ നല്ല ആഗ്രഹത്തെ കർത്താവ് സാധിച്ചു തരട്ടെ. വിശുദ്ധയാകാൻ നല്ല ആഗ്രഹവും അതിനായുള്ള സ്ഥിര പരിശ്രമവും വേണം. അനുസരണവും ഈശോയുള്ള ആഴമായ വിശ്വാസവും സേവന മനോഭാവവും ആത്മീയ വളർച്ചയും സ്വയം ശൂന്യനായി ക്രിസ്തുവിന്റെ മാതൃക പിൻചെന്ന് ദാരിദ്ര്യം പാലിച്ച് സ്നേഹത്തിൽ പൂർത്തിയാക്കിയാൽ നിനക്കൊരു വിശുദ്ധയാകാം. ചേരാത്തതായി എന്ത് കണ്ടാലും അമ്മ എനിക്ക് തിരുത്തി തരണേ. ഞാൻ ബലഹീനതയും കുറവുകളും ഏറെയുള്ള ഒരു പാവം പെണ്ണ. ഈശോയുടെ മണവാട്ടിയാകാൻ എന്നിലെ വില കിട്ടതെല്ലാം നീക്കാൻ അമ്മ എന്നെ സഹായിക്കണേ. നിനക്ക് നല്ലത് വരും മോളെ. ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേക്കുള്ള ഒരു ഹോമബലിയായി എന്നെ സ്വീകരിക്കണമേ. ഈശോയെ, എന്നോളം നീ ആവശ്യപ്പെട്ടിട്ടുള്ളതൊന്നും ഞാൻ നിരസിച്ചിട്ടില്ലല്ലോ. ഓ ഈശോനാഥ, അവിടുത്തെ തിരുമുറിവുകളിൽ എന്നെ മറിക്കണമേ. സകല ലൗകിക ആശ്വാസങ്ങളും എനിക്ക് കൈപ്പായി പകർന്നു തരണമേ. ഈശോയെ, എല്ലാറ്റിനും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇവളൊരു വിശുദ്ധ തന്നെ. അബോധാവസ്ഥയിലും ആ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ സ്തുതിപ്പുകൾ മാത്രം. അൽഫോൻസായുടെ ചുമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അത് ക്ഷയമാണെന്നാണ്. ഈശോയെ, ക്ഷയമാണെങ്കിൽ പകരുമല്ലോ. എത്രയും പെട്ടെന്ന് അറിഞ്ഞ മുറിയിലേക്ക് മാറ്റി പാർപ്പിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്കും രോഗം പിടികൂടും. പിന്നെ ആരോടും ആ മുറിയിലേക്ക് കയറി ചെല്ലരുതെന്നും എന്നും പറയണം. പകർച്ചവ്യാധിയാണെന്നാണ് തോന്നുന്നത്. എല്ലാവരും സൂക്ഷിച്ചോളുക. സഹോദരി അൽഫോൻസ മോളെ, ഞങ്ങൾ നിന്നെ വേറെ മുറിയിലേക്ക് മാറ്റിക്കിടത്തട്ടെ. ഞാൻ ചാവറ പിതാവിനോടും വിശുദ്ധ കൊച്ചു ത്രേസ്യയോടും പ്രാർത്ഥിക്കട്ടെ. അമ്മേ, സമൂഹം ഒരുമിച്ച് ചാവറ പിതാവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ചാവറ പിതാവ് എന്നെ ഈ ദീനത്തിൽ നിന്ന് സുഖപ്പെടുത്തുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. തീർച്ചയായും കുഞ്ഞെ, ചാവറയച്ച് നിന്നെ സുഖപ്പെടുത്തട്ടെ. ഞങ്ങൾ നൊവേന ചൊല്ലി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മേ, എനിക്ക് സൗഖ്യം കിട്ടിയതുപോലെ. സിസ്റ്റർ അൽഫോൻസ, ഇന്നലെ രാത്രി എന്താ ഉണ്ടായത്? അമ്മേ, ഇന്നലെ ചാവറയച്ച് എന്റെ അടുത്ത് വന്നു എന്നെ തൊട്ടുകൊണ്ട് പറഞ്ഞു, ഈ ദീനത്തിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു. എന്നാലും പല വ്യാധികൾ കൊണ്ട് ഇനിയും പീഡിപ്പിക്കപ്പെടുമെന്ന്. അമ്മേ, ഇപ്പോൾ ഞാൻ മറന്നുപോയ എല്ലാ പ്രാർത്ഥനകളും ഓർക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ? വേണ്ട മോളെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഈ ദൈവാനുഗ്രഹമാണ്. അമ്മേ, അധിക നാൾ ഞാനിനി ലോകത്തിൽ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഉള്ള കാലം അത്രയും ഈശോയെ പ്രതി കൂടുതലായി സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഈ സഹനബലിക്ക് തമ്പുരാൻ തീർച്ചയായും പ്രതിഫലം തരും മോളെ. ശക്തി കിട്ടാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ മക്കളുടെ മേൽ അലിവ് തോന്നണമേ. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടെ സഹനത്തോട് തുലനം ചെയ്ത് എന്റെ വേദന ഒന്നുമല്ലെന്ന് എനിക്കറിയാം. എന്നെ ശുശ്രൂഷിക്കാൻ പരിചരിക്കാനും നിന്റെ എത്ര മണവാട്ടികളെ ഇവിടെ എനിക്ക് ചുറ്റും. ഈശോ, നീ തന്ന സഹനത്തിന്റെ ഈ കാസ ഞാൻ മട്ടുവരെ കുടിക്കട്ടെ. സഹോദരിമാരെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോയോടത്ത് ഞാൻ പോകട്ടെ. ഈശോ, അമ്മ, ഈശോ, ഈശോ.